ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 അവസാനിക്കാറായി. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എ ബിഗ് താങ്ക് യു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 2.5 ലക്ഷത്തോളം അടുക്കുന്നു. അതിന് അകമഴിഞ്ഞ് സഹായിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞ നന്ദി. ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ സ്ഥിരം കമൻറ്റ്സ് ഇടാറുണ്ട്. ചില കമൻറ്റ്സ് വളരെ അട്രാക്റ്റീവാണ്. അതിൽ മനു എഴുതുന്ന ഒരു കമൻ്റ് ഉണ്ട്, വീഡിയോ കണ്ട ശേഷം ലെറ്റ് us ഗ്രോ ടുഗെദർ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാചകമാണല്ലേ. കഴിഞ്ഞ ഏതോ തവണ എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻറ്റ് സനുജ ഐസക് ഒരു കമൻ്റ് ഇട്ടിരുന്നു. എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ടീച്ചറെ, ഇത്തവണ ഫസ്റ്റ് കമൻ്റ് ഇട്ടത് ഞാനാണ്, എന്നെ ഒന്ന് മെൻഷൻ ചെയ്യണം. അങ്ങനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ തുറന്നു പറയാൻ പറ്റുക. ചിലപ്പോൾ നമ്മൾ ആലോചിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മറയില്ലാതെ നിങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ അതും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്. പുതുവർഷം ആരംഭിക്കാൻ പോകുന്ന ഈ സമയത്ത് സുഹൃത്തുക്കളെ കാണുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കും അല്ലേ, പുതുവർഷ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ചിലരെങ്കിലും എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്, ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുത്താലും നടപ്പിലാക്കാൻ പറ്റാറില്ല. ശരിയാണ്. ലോകത്ത് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്നവരിൽ വെറും 8% പേര് മാത്രമേ അത് നടപ്പിലാക്കാറുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എന്താണെന്നോ, ഞാൻ ആ 8% പെടാൻ തീരുമാനിച്ചു. ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നടപ്പിലാക്കാൻ പറ്റാത്തത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, വേണ്ടത്ര ചിന്തയോട് കൂടിയിട്ടല്ല നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറ്. ആ തീരുമാനങ്ങൾ എനിക്ക് ആവശ്യമാണ്, എൻ്റെ ജീവിതത്തിൽ അത് വേണം എന്ന തീവ്രമായിട്ടുള്ളൊരു ചിന്തയില്ലാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തത്, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് ടൈം വേസ്റ്റേഴ്സ് ഉണ്ട്. പണ്ടത്തെ പോലെ ഞാൻ മടി പിടിച്ചിരുന്നത് കൊണ്ട് ഒന്നും നടന്നില്ല എന്ന് പറയുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. പലരും പറയുന്നത് എന്താണെന്നോ, വളരെ ബിസി ആയിരുന്നു, അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. അത് നമുക്ക് മാറ്റിയെടുക്കണം. അതിൻ്റെ കാരണം ഈ ടൈം വേസ്റ്റേഴ്സ് ആണ്. എന്നാൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ ടൈം വേസ്റ്റേഴ്സ്. ഇതോടനുബന്ധിച്ച് ഒരാൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അയാൾ ടൈം വേസ്റ്ററായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്നോ, സോഷ്യൽ മീഡിയയാണ്. പക്ഷെ നമുക്കറിയാം, സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. എന്നാൽ ചില കാര്യങ്ങളിലെങ്കിലും ഈ ഓൺലൈൻ സംവിധാനങ്ങൾക്ക് പകരം ചില സംവിധാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന്, വാർത്ത വായിക്കാൻ പലരും സോഷ്യൽ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അത് വലിയൊരു പ്രശ്നമല്ലേ. പ്രാധാന്യമുള്ള വാർത്തകൾ പലതും നമുക്ക് കണ്ടെത്താൻ പറ്റാറില്ല. അതിൽ വരുന്ന വാർത്തകൾ സെൻസേഷണൽ ന്യൂസ് മാത്രമാണ്. അയാളുടെ തീരുമാനം എന്താണെന്നോ, ഞാനിങ്ങനെ ന്യൂസ് വായിക്കാൻ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നതിന് പകരം ന്യൂസ് പേപ്പർ വായിക്കാൻ തീരുമാനിച്ചു. എനിക്ക് വിശ്വാസമുള്ള 2 ന്യൂസ് പേപ്പറുകൾ വായിച്ച് അത്രയും മതി. ഇപ്പോൾ ന്യൂസ് വായിക്കാനുള്ള മാധ്യമമായിട്ട് ന്യൂസ് പേപ്പർ മതി എന്ന് തീരുമാനിച്ചു. പിന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനും മറ്റ് റിലേഷൻസിനും വേണ്ടി ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കാറുണ്ട്. അത് നമുക്ക് കുറക്കാവുന്നതാണ്. അലാറം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മൊബൈൽ കൊണ്ടുപോയി കിടക്കയിൽ വെക്കില്ലേ, ഒരു ചെറിയ ടൈം പീസ് വാങ്ങി അലാറം സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ. പിന്നെ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, 2023 തുടങ്ങിയത് ഓർമ്മയുണ്ട്, ദേ അവസാനിക്കാറായി. ഇതിനിടയിലുള്ള എൻ്റെ സമയം ഏതു വഴി പോയെന്ന് അറിയില്ല. സാധാരണ പണത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലേ, കയ്യിൽ കുറേ പണം ഉണ്ടായിരുന്നു, ഏതു വഴി പോയെന്ന് അറിയില്ല. ഇങ്ങനെ പണത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും സംസാരിക്കാൻ കാരണം നമുക്കതിലൊന്നും നിയന്ത്രണമില്ല എന്നുള്ളതാണ്. സമയത്തിൻ്റെ മേൽ എനിക്ക് നിയന്ത്രണമുണ്ടെങ്കിൽ എനിക്ക് സമയം പെട്ടെന്ന് പോയി എന്ന് തോന്നില്ല. കാരണം ആ സമയം ഉപയോഗിച്ച് പല കാര്യങ്ങൾ ഞാൻ ചെയ്യും. ആ കാര്യങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയോ സമയം പോയി എന്നുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ലല്ലോ. ഞാൻ പുതുവർഷ തീരുമാനങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രചോദനം നൽകാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഇൻ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. അത് നമ്മളെ ഏറ്റവും അധികം പ്രചോദിപ്പിക്കുന്നത് ജനുവരി 1 തന്നെയാണ്. അതുകൊണ്ട് പുതുവർഷ തീരുമാനങ്ങൾ എടുക്കാം, മുന്നോട്ട് പോകാം. 10 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 5 ഞാൻ ഇതുവരെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ബാക്കി 5 ഞാൻ ഈ വർഷം പുതുതായിട്ട് നടപ്പിലാക്കാൻ പോകുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 5 തീരുമാനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, പ്രയോറിറ്റൈസേഷൻ. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം,
പ്രാധാന്യം കൊടുക്കേണ്ട പല കാര്യങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നു, ഓരോന്ന് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹെൽത്ത്. ഇനി അതിന് വിട്ടുവീഴ്ചയില്ല. ഇന്ന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എൻവയൺമെൻറ്റ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് തടി തപ്പിയിട്ട് കാര്യമില്ല. ചെയ്യാനുള്ളത് ചെയ്തേ മതിയാവും. ഹെൽത്തിനെ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് സിസ്റ്റമാറ്റിക് ലൈഫ്. അതിൽ വിട്ടുവീഴ്ചയില്ല. രാവിലെ എഴുന്നേൽക്കണം. ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്കിനി രാവിലെ എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എന്തിനാണ് ഇത്ര നേരത്തെ എഴുന്നേറ്റിട്ട്? പക്ഷേ ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല സന്തോഷം തോന്നും. അല്ലെങ്കിൽ ചെയ്തു നോക്ക്. നീറ്റ് എക്സാമിനും JEE എക്സാമിനൊക്കെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന കേരളത്തിലെ വളരെ പ്രശസ്തമായ സ്ഥാപനമാണ് ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെൻറ്റർ. ഞാൻ അവിടെ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞേ, നമ്മൾ രാവിലേക്ക് എഴുന്നേറ്റ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വി ഫീൽ സോ ഹാപ്പി. അതിനുള്ള കാരണവും പറഞ്ഞു കൊടുത്തു. നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിനൊക്കെ ആക്ടിവേറ്റഡ് ആവും. അങ്ങനെ നമുക്ക് നല്ല സന്തോഷം തോന്നും. അപ്പം മിടുമിടുക്കരായ കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു പയ്യൻ, ഇർഫാൻ എന്നാണ് അയാളുടെ പേര്. അയാൾ എന്നോട് പറഞ്ഞേ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. ഞാൻ വിചാരിക്കാറുണ്ട്, ഈ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ നമ്മളിത്ര ഹാപ്പി ആകുന്നതെന്ന്. അതിൻ്റെ മറുപടി എനിക്ക് കിട്ടി. താങ്ക് യു എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ നമ്മുടെയും പ്രശ്നം അതാണ്. ഇതൊന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ള വളരെ വലിയ ബ്ലെസ്സിങ്സാണ്, നമ്മുടെ ശരീരത്തിലുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് ലൈഫ് സ്വന്തമാക്കണം. അതിനെന്ത് ചെയ്യണമെന്നാ, പ്രാർത്ഥനയിൽ എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം, അതൊക്കെ പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് ലൈഫ് പ്രാവർത്തികമാക്കാനുള്ള പ്രേരണ എനിക്ക് കിട്ടണേ, അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാം ക്രമമായിട്ടും ചിട്ടയായിട്ടും നടത്തിക്കഴിഞ്ഞാലുള്ള ഒരു സന്തോഷം നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ സാധിക്കാറില്ല. ഏതായാലും 2024 അത് നമ്മൾ അനുഭവിക്കാൻ തീരുമാനിക്കണം. അപ്പം ഞാനിതിലൊരു ഇമ്പ്രൂവ്മെൻറ്റിന് ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. രാവിലെ എഴുന്നേൽക്കൽ ഇതുവരെയും ഓക്കെ ആയിട്ടില്ല. അതിനൊരു കാരണം ഞാൻ രാത്രി വൈകി ഉറങ്ങുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും കറക്റ്റ് ചെയ്യണം. അതുമാത്രമല്ല, എക്സസൈസ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ അവയവങ്ങൾക്കും വേണ്ട എക്സസൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ബോഡിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. 2024 ഒരു ഹാപ്പിയർ ഹെൽത്തിയർ ആയിട്ടുള്ള എന്നെയാണ് ഞാൻ വിഭാവന ചെയ്യുന്നത്. രണ്ടാമത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയ മൈൻഡ്ഫുൾനെസ്സാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ മനസ്സ് നിൽക്കേണ്ടടുത്ത് നിൽക്കാറില്ല. മൈൻഡ്ഫുൾനെസ് ഇല്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ പല സാധനങ്ങളുമൊക്കെ കൈമോശം വന്നിട്ടുള്ളത് അതുകൊണ്ടാണ്. എല്ലാ വർഷവും 3-4 പേഴ്സ് നഷ്ടപ്പെടും, ചിലത് തിരിച്ചു കിട്ടും. ഒരു ഗുണമുള്ളത്, പലപ്പോഴും നഷ്ടപ്പെടുന്ന പേഴ്സിൽ അധികം പണമൊന്നും ഉണ്ടാകാറില്ല. എൻ്റെ കൂട്ടുകാരി മേരിക്കുട്ടി ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഒരിക്കൽ ഞങ്ങളൊരു സെഷനിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, മേരി മിറ്റിൽഡയുടെ പേഴ്സ് ഇങ്ങനെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പം മേരിക്കുട്ടി പറഞ്ഞു, ക്ലാസ്സിലുള്ള ആളാണ്, ഞാൻ കൊടുത്തേക്കാമെന്നും പറഞ്ഞ് വാങ്ങി. പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് വെറും 5 രൂപ. ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ മേരിക്കുട്ടി എന്നോട് ചോദിച്ചു, ഇങ്ങനെ പേഴ്സ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ? ഞാനിപ്പോൾ അറിഞ്ഞിട്ടില്ല, ബാഗ് തുറന്നപ്പോൾ പേഴ്സില്ല. എന്നിട്ട് പറഞ്ഞ ഒരു വാചകമാണ്, താൻ ഇങ്ങനെ ഞങ്ങളെ നാണം കെടുത്തരുത്, വെറും 5 രൂപയാണ് ആ പേഴ്സിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല രസകരങ്ങളായ സംഭവങ്ങൾ. ഞാൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെയും പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള അവസരങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നഷ്ടങ്ങളുടെ കണക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ വർഷം ഞാൻ കുറച്ചുകൂടി അത് ഉഷാറാക്കും. മൂന്നാമത് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് റിലേഷൻഷിപ്സ്. നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ചില ബന്ധങ്ങളുണ്ട്, വീട്ടിലുള്ളവരും അടുത്ത സുഹൃത്തുക്കളും. ഈ ചേർത്ത് പിടിക്കൽ പലപ്പോഴും നടക്കുന്നില്ല, കാരണം അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ വിട്ടുപോകുന്നത് കൊണ്ടാണ്. വീട്ടുകാരുടെ അടുത്ത കൂട്ടുകാരുടെയൊന്നും ജന്മദിനങ്ങളൊന്നും ഓർക്കാറില്ല, പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അവരെ വിഷയം മറന്നു പോകുന്നു. ഇങ്ങനെ പല കുഴപ്പങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാക്കണം. 4ാമത്തെ കാര്യം, ചില കാര്യങ്ങളിങ്ങനെ കുഴപ്പമില്ലാതെ പോകുമല്ലേ, പക്ഷെ കുഴപ്പമില്ലാതെ പോയാലും അതിൻ്റെ ഗ്രോത്തിൽ ഒരു ഡിക്ലൈൻ, വളർച്ചയിലൊരു തളർച്ച നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടും. എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ആദ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഡിക്ലൈൻ. ഞാനതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തും, കറക്റ്റ് ചെയ്യും.
അഞ്ചാമത്തെ കാര്യം, ഏതവസ്ഥയിലും എനിക്ക് പേടിക്കാനില്ല എന്ന ആത്മവിശ്വാസം എനിക്ക് തരുന്ന വലിയൊരു സംഭവം എൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ മനസ്സാണ്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പവർ ഞാൻ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്, ഈ സബ് കോൺഷ്യസ് മൈൻഡ് പവർ കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇടാം. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി പുതിയ തീരുമാനങ്ങൾ പറയാം. ഇത് പറയുമ്പോൾ നല്ല സന്തോഷവും എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിയേക്കാം. ഇത്തരം ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ. ഇന്ന് കുറേ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഈ പ്ലാൻസിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. ന്യായമായ രീതിയിൽ പണം സമ്പാദിക്കണമെന്നും ആ സമ്പാദ്യം വളർത്തിക്കൊണ്ട് വരണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വരും, നിർബന്ധിക്കും, ഞാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ചേരും. ഇതേക്കുറിച്ച് പഠിച്ച് ഏതാണ് നമുക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുക, ഇതൊന്നും എൻ്റെ ചിന്താവിഷയമായിരുന്നില്ല. ചില സമയത്ത് എനിക്ക് അതിൽ നിന്നും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിനെ കുറിച്ച് പഠിക്കാൻ, അറിയാൻ ഞാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ വർഷം 2 പുസ്തകങ്ങൾ എഴുതും, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീവിതം പഠിപ്പിച്ച വിജയമന്ത്രങ്ങൾ എന്നുള്ളൊരു പുസ്തകം എഴുതി. പിന്നെ പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല. പുസ്തകം എഴുതണമെന്നുള്ള ശക്തമായിട്ടുള്ള തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. ഇപ്പോഴുണ്ട്. അപ്പോൾ ഒരു സംശയം വരുമല്ലേ, അങ്ങനെ നമുക്ക് തീരുമാനിച്ചെഴുതാവുന്നതാണോ പുസ്തകം? ഞാൻ എഴുതുന്ന പുസ്തകങ്ങൾ ആ തരത്തിലുള്ളതാണ്. ജീവിതാനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ എഴുതാറുള്ളത്. ഇക്കഴിഞ്ഞ 3 വർഷം എനിക്ക് കിട്ടിയ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി വെച്ചില്ലെങ്കിൽ വലിയൊരു നഷ്ടമാകും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് 2 പുസ്തകങ്ങൾ എന്തായാലും എഴുതിയിരിക്കും. മൂന്നാമത്തെ കാര്യം, ചില യാത്രകൾ, എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ചില യാത്രകൾ നടത്താൻ തീരുമാനിച്ചു. അതിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ജപ്പാൻ എൻ്റെ ചാനലിൽ എപ്പോഴും കടന്നു വരുന്നൊരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്ത് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ചെറിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള യാത്രയായിരിക്കും, ഒരു സോളോ യാത്രയും നടത്തിയിരിക്കും. നാലാമത്തെ കാര്യം, ഞാൻ ചില പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ്. അത് കൂടുതൽ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. അഞ്ചാമത്തെ കാര്യം, ഞാൻ വായിക്കാറുണ്ട്, പക്ഷേ എൻ്റെ വായനയുടെ ആ രീതി ഉണ്ടല്ലോ, അടിമുടി മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ രീതി വായിക്കും, പക്ഷേ കുറച്ചും കൂടി ഫോക്കസ്ഡായിട്ട് വായിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി എല്ലാ മാസവും 3 പുസ്തകങ്ങൾ, വെറും വായനയല്ല, അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ കുറിച്ചെടുക്കും, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും കേട്ടോ. പുതിയ പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ ജനുവരിയിലെ 3 പുസ്തകങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞു. 1 ഇക്കിഗായി, 2 അറ്റോമിക് ഹാബിറ്റ്സ്, 3 ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, റെസൊല്യൂഷൻസ് ഉണ്ടാക്കേണ്ടത് 31-ാം തീയതി വൈകുന്നേരമല്ല, കുറച്ച് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവണം. പിന്നെ റെസൊല്യൂഷൻസ് ആയിക്കഴിഞ്ഞാൽ ജനുവരി 1 വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. തീരുമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോൾ തുടങ്ങും? ഡു ഇറ്റ് നൗ. ജനുവരി 1 തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അവിടെ നമ്മുടെ ആദ്യത്തെ പരാജയം സംഭവിച്ചു എന്ന് ഉറപ്പാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എല്ലാവർക്കും വളരെ വളരെ സന്തോഷം നിറഞ്ഞ കർമ്മനിരതമായ ഒരു 2024 ആശംസിക്കുന്നു. താങ്ക് യു.